ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി ഗൂഗിളിൻ്റെ ഇതിൽ പോയി നോക്കിയിട്ട് ആൾ സർവീസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ മീഡിയ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. വളരെ അപകടമായ ഓപ്ഷനാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഓപ്ഷൻ എവിടെയാണ് കിടക്കുന്നതെന്നും ഇതിൻ്റെ അപകടം എന്തൊക്കെയാണെന്നാണ്. ഞാൻ ആദ്യം ഇതിൻ്റെ അപകടം ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് തരാം. അതായത് ഗൂഗിൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗാലറി ഗൂഗിൾ എപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫോട്ടോസുകളായാലും വീഡിയോസുകളായാലും എന്ത് തന്നെയായാലും ഗൂഗിൾ എപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഗാലറി മാത്രമല്ല, നമ്മൾക്ക് വാട്സപ്പിൽ നമ്മൾ അയക്കുന്ന ഓഡിയോ മെസ്സേജുകളും ഗൂഗിൾ ഇങ്ങനെ ഈ ഓപ്ഷൻ ഓണായി കിടന്നാൽ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് എല്ലാ ഫോണിലും ഈ ഓപ്ഷൻ ഓണായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയത്. അപ്പോൾ ഇത് എന്തായിട്ട് ഓഫ് ചെയ്തിടണം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഓപ്ഷൻ എവിടെയാണ് കിടക്കുന്നതെന്നും ഈ ഓപ്ഷൻ എങ്ങനെ ഓഫ് ചെയ്തിടാമെന്നും ആണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ തെറ്റി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ മിസ് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആ ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്നാൽ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ ആൾ സർവീസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. എക്സ്റ്റേണൽ മീഡിയ എന്നാണ് ആ സെറ്റിങ്സിൻ്റെ പേര്. ഇത് നിങ്ങൾക്ക് ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ആൾ സർവീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത് വളരെ അപകടമായ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത്. അതായത് ഈ ഓപ്ഷൻ അനേബിൾ ചെയ്തിട്ടിരുന്നാൽ നമ്മളെ ഗാലറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഗൂഗിൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എന്ത് തന്നെയായാലും. പിന്നെ ഈ ഗൂഗിൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്തിരുന്നായിരിക്കും നല്ലത്. അപ്പോൾ ഗൂഗിളിൽ ഇങ്ങനെ പരസ്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ആ ഓപ്ഷൻ എവിടെ കിടക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആ ഓപ്ഷൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതെല്ലാ ഫോണിലും ഓൺ തന്നെയായിരിക്കും ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ. അത് നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇമെയിൽ ID ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ ആൾ സർവീസിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കുറച്ച് താഴോട്ടേക്ക് പോവുക. ഞാൻ പറയുന്ന ഓപ്ഷനിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേഴ്സണലൈസേഷൻ യൂസേജ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. പേഴ്സണലൈസേഷൻ യൂസേജ് ഡാറ്റ. ഇത് പല ഫോണിലും വ്യത്യാസം തന്നെയായിരിക്കും. ഈ ഫോണിൽ ഇപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. പേഴ്സണലൈസേഷൻ യൂസേജ് ഡാറ്റ എന്നായിരിക്കും പല ഫോണിലും കിടക്കുന്നത്. എന്തിനാലും അത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ മീഡിയ എന്ന ഓപ്ഷൻ ഓണിലാണ് കിടക്കുന്നത്. ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. വേറെ നിങ്ങളൊന്നും ചെയ്യരുത്. വേറെ എല്ലാം ഓണായി കിടന്നോട്ടെ, അത് ആവശ്യമുള്ളതാണ്. ഇത് മാത്രം ഒന്ന് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്യാനുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മളെ ഗാലറി ഇങ്ങനെ ഗൂഗിൾ ഇനി അനലൈസ് ചെയ്യില്ല. ഇത് ഓണായി കിടന്നാൽ മാത്രമേ ഗൂഗിൾ ഇങ്ങനെ അനലൈസ് ചെയ്യുള്ളൂ. ഇത് എല്ലാ ഫോണിലും ഓണായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഗൂഗിൾ
നിങ്ങളെ ഗാലറി ട്രാക്ക് ചെയ്യുന്നതല്ല. ഗാലറി മാത്രമല്ല, ഫോട്ടോസും വീഡിയോസുകളും ഇനി ട്രാക്ക് ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞ പോലെ വോയിസ് മെസ്സേജുകളും ഇനി ട്രാക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ എന്തുകൊണ്ടും നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾ ഇത് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഇത് എല്ലാ ഫോണിലും ഓണായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊരു അറിവായിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ദയവായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആ നിമിഷം കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നടക്കണം. അതുവരേക്കും ഗുഡ് ബൈ.